ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. ദേവാ ഉറങ്ങിയോ? ബീന വാതിലി കൊട്ടി. മാരാറാണെങ്കിലൊന്ന് കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബീനയുടെ ശബ്ദം കേട്ടവൻ ഊരി മാറ്റിയിരുന്ന ഷർട്ടെടുത്ത് വേഗം ധരിച്ചു. എന്നിട്ട് വാതിൽക്കലേക്ക് ചെന്നു. ഡോറിൻ്റെ ലോക്ക് മാറ്റിയപ്പോൾ വെളിയിൽ നിൽക്കുന്ന ബീനയായിരുന്നു മാരാർ കണ്ടത്. എന്താ ചേച്ചി? അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അത് പിന്നെ മോനെ, പറയുന്നോണ്ടൊന്നും തോന്നല്ലേ, ഞാനും ഭദ്രമോളും കൂടി ഈ മുറിയിൽ കിടന്നോളാം. മോൻ്റെ മുറിയിലേക്ക് പോന്നാട്ടെ. അവിടെ കിടക്കാനേ ഭദ്രമോൾക്ക് ആകപ്പാടെ ബുദ്ധിമുട്ട്. എനിക്കും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് കേട്ടോ. വളരെ വിനയത്തോടെ അവർ പറഞ്ഞു. മാരാർ ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു. നിങ്ങൾക്കൊക്കെ സത്യത്തിൽ എന്താണ് പ്രശ്നം? ഒന്ന് പറഞ്ഞു തന്നേ. തൻ്റെ ഇരു കൈകളും നെഞ്ചിലേക്ക് പിണച്ച് കോർത്തു വെച്ചുകൊണ്ട് ബീനയെ നോക്കിയവൻ. അവൻ്റെ ദേഷ്യം കണ്ടതും ബീനയ്ക്ക് പേടിയായി. എൻ്റെ പൊന്നുമോനെ, എനിക്കത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭദ്രമോക്ക് വല്ലാത്ത സങ്കടം. ദേവേട്ടൻ്റെ മുറിയല്ലേന്ന് ചോദിച്ചുകൊണ്ട് അവൾ ഇരുന്ന് വിഷമിക്കുക. തന്നെയുമല്ല, കുഞ്ഞു ഷൂ വയ്ക്കുകയും അപ്പയുടെയൊക്കെ ചെയ്താലേ അതും കുഴപ്പമാകും മോനെ. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഭദ്ര പുറത്തേക്ക് പോവുകയും ചെയ്യും. മുറിയിലൊക്കെ വല്ലാത്തൊരു നാറ്റവുമാകും. അപ്പോഴേക്കും ഭദ്ര കുഞ്ഞിനെയും എടുത്ത് ബീനയുടെ അടുത്തേക്ക് വന്നിരുന്നു. മാരാരുടെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ അവൾക്കും ബീനയെപ്പോലെ തന്നെ ഭയം. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാണ് ഇരുവരും കരുതിയത്. കുഞ്ഞമ്മു ചെറുതായി ഒന്ന് ചിണുങ്ങിയതും ബീന വാവയും മേടിച്ച് അകത്തേക്ക് പോയി. അപ്പോഴേക്കും അവരുടെ പിന്നാലെ ഭദ്രയും പോകാൻ തുടങ്ങി. ഭദ്ര, മാരാർ വിളിച്ചതും അവൾ തിരിഞ്ഞവനെ ഒന്ന് നോക്കി. ഇങ്ങ് വരൂ. അവൻ ഭദ്രയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഭദ്ര ശരിക്കും ഒന്ന് ഞെട്ടി. മാരാർ അവൻ കിടന്നിരുന്ന റൂമിൽ കയറിയ ശേഷം ഡോറ് ലോക്ക് ചെയ്തു. അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ ഭദ്ര ആകെ കുഴങ്ങി. നീ ഈ വാതിലൊന്ന് തുറന്നേ. മാരാർ പറഞ്ഞതും ഭദ്ര വാതിലിൻ്റെ ലോക്ക് മാറ്റിയ ശേഷം അത് തുറക്കാനാവുന്നത്ര ശ്രമിച്ചു. എന്നാൽ അതെവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഭദ്ര വിഷണ്ണയായി മാരാരെ നോക്കി. ഈ റൂമിൻ്റെ ഡോറ് അകത്ത് നിന്ന് നന്നായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ലോക്കാകത്തുള്ളൂ. നിങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് അത് ലോക്കാക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് ധ്വനിയും ദേവിച്ചിട്ടേയും അപ്പുറത്തെ റൂമിൽ കിടന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്. ദിനക്കോ ബീന ചേച്ചിക്കോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ഡോർ തുറക്കാൻ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റൂമിൽ കിടന്നോളാൻ നിന്നോട് പറഞ്ഞത്. നിനക്കിപ്പം മനസ്സിലായോ? ആശ്വാസഭാവത്തിൽ അവൾ തലകുലുക്കി. ആ റൂമിൽ കിടന്നു എന്ന് കരുതി നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടാൽ എന്നോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും നടപടി ഞാൻ ചെയ്തു തരാം. മാരാർ ഇത്തിരി കലിപ്പിലായിരുന്നു ഭദ്രയോടത് പറഞ്ഞത്. സോറി ദേവേട്ട. ഭദ്ര പിറുപിറുത്തു. നീ എന്തെങ്കിലും പറഞ്ഞോ? ഭദ്ര പറയുന്ന കേട്ട്. എങ്കിലും മാരാർ അറിയാത്ത ഭാവത്തിൽ അവളോട് ചോദിച്ചു. ഞാൻ സോറി പറഞ്ഞതാ. അവനൊന്ന് ഇരുത്തി മൂളി. നീയാണെങ്കിൽ പകുതി നേരം ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഹുക്ക് പോലും ഇടില്ല. ആരെങ്കിലും കയറി വന്നാൽ എല്ലാം. വേണ്ട, കൂടുതലൊന്നും പറയിക്കണ്ട. അവൻ വഴക്ക് പറഞ്ഞതും ഭദ്ര വല്ലാതെയായി. ഈ ഡോറൊന്ന് തുറന്നു തരാമോ? ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം. ഭദ്ര അവനെ നോക്കി. ഇനി ഓരോന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശല്യം ചെയ്തേക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. മാരാർ ദേഷ്യത്തിൽ ഭദ്രയെ ഒന്ന് നോക്കിയ ശേഷം വാതിൽ തുറക്കാൻ തുടങ്ങി. പക്ഷെ അവൻ എത്ര ശക്തിയിൽ വലിച്ചു നോക്കിയിട്ടും അത് തുറന്നു വരുന്നില്ല. യോ, ഇനി എന്ത് ചെയ്യും ദേവേട്ട? അവൾക്ക് പേടിയായി. മാരാർ വീണ്ടും വീണ്ടും വലിച്ചു നോക്കി. ഈ ദേവേട്ടൻ എന്നോട് കാര്യം പറഞ്ഞാൽ പോരെ? കാണിച്ചു തന്നോണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. ഇനി ഇതെങ്ങനെ തുറക്കും? ഭദ്ര അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് അവളും വാതിൽ വലിച്ചു തുറക്കാൻ നോക്കി. മോളെ ഭദ്രേ. ബീന വാതിൽക്ക് വന്നു വിളിച്ചു. ആ ചേച്ചി. ഈ ഡോർ അകത്തുനിന്ന് ലോക്കായി. അയ്യോ, അതെങ്ങനെ? അറിയില്ല ചേച്ചി. ദേവേട്ടൻ തുറക്കാൻ നോക്കുന്നുണ്ട്. ശോ, എൻ്റെ മാതാവേ, ഇനി എന്നാ ചെയ്യും? ചേച്ചി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പൊക്കോ. ബാബ ഒറ്റയ്ക്കല്ലേ? മാരാർ ഗാംഭീര്യത്തിൽ പറഞ്ഞു. എന്നിട്ടുള്ള ശക്തിയിൽ ഡോറിൻ്റെ ലോക്ക് ആഞ്ഞു വലിച്ചതും അവൻ്റെ കൈമുട്ട് പിന്നിലേക്ക് വന്നിട്ട് ഭദ്രയുടെ കണ്ണിലും നെറ്റിയിലും തട്ടി. ആ ദേവേട്ട, എൻ്റെ കണ്ണ്. അവൾ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓരോരോ നാശം. വയ്യാവേലി. ദേവൻ പുലമ്പി. എനിക്ക് കണ്ണ് തുറക്കാൻ പോലും വയ്യ. എൻ്റെ അമ്മേ. അവൾ ശ്വാസം എടുത്തു വലിച്ചു. അടങ്ങി നിൽക്കടി. അവൻ ഭദ്രയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു.
എന്നിട്ട് മെല്ലെ അവളുടെ മിഴികളിലൊന്ന് ഊതിവിട്ടു. നീ ഇങ്ങോട്ടോ പിടഞ്ഞു പോകുന്നത്? മാരാർ ശബ്ദമുയർത്തി. എന്നിട്ട് വീണ്ടും അവളുടെ വേദനയുള്ള കണ്ണിൽ ഊതിവിട്ടു. അവൻ്റെ ശ്വാസം കവിളിത്തട്ടിയതും ഭദ്ര തപ്പിത്തടഞ്ഞുകൊണ്ട് പിന്നോട്ട് മാറി. ആകെ കൂടി അവൾക്ക് ഒരു വിറയൽ പോലെ. എവിടേക്കടി പായുന്നത്? അടങ്ങി നിൽക്ക്. അവൻ്റെ ഗർജനം കേട്ടതും ഭദ്ര ഒരു പ്രകാരത്തിൽ കണ്ണ് തുറക്കാൻ നോക്കി. എന്നാൽ ശക്തമായ വേദന കാരണം അവൾ അറിയാതെ വീണ്ടും അടച്ചു. അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് ഭദ്ര കണ്ണ് ചിമ്മുന്നത് കണ്ടതും മാരാർക്ക് മനസ്സിലായി. ദേവേട്ട, ഈ വാതിലൊന്ന് തുറന്നു തന്നാൽ മതി, ഞാൻ അപ്പുറത്തേക്ക് പോയിക്കോളാം. കുഞ്ഞമ്മ എണീറ്റു ആവോ? ബീനേച്ചി എന്തിയേ? അടങ്ങി നിൽക്കു ഭദ്ര. മാരാർ അവളുടെ കയ്യിൽ പിടിച്ചു. കുഞ്ഞമ്മു, അവൾ അത് തന്നെ പറഞ്ഞു. കുഞ്ഞമ്മൂനെ ഇവിടെ നിന്ന് ആരും തട്ടിക്കൊണ്ടു പോകില്ല, പോരെ? അവൻ ഗൗരവം പൂണ്ടുകൊണ്ട് നിന്നു. എൻ്റെ കൂടെ നേരെ നടന്നു വാടി, മുഖം കഴുകാം, എന്നിട്ട് നോക്കാം പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നിന്നു. ഭദ്ര തപ്പിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം വേച്ചു പോയി. ഇടയ്ക്ക് കട്ടിലിൻ്റെ ക്രാസയിൽ അവളുടെ കാലുകൊണ്ടു. അവൾ അറിയാതെ നിലവിളിച്ചു. പെട്ടെന്നായിരുന്നു മാരാരുടെ ഇടം കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയത്. താഴേക്ക് വീഴാതെ അവനവളെ ചുറ്റിപ്പിടിച്ചതും ഭദ്ര ഒരു പ്രകാരത്തിൽ കണ്ണു തുറന്നു. ശരിക്കും അവൾക്ക് വേദനയും നീറ്റലും ഉണ്ട്. എന്നാലും ഇതിപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയായി പോയി. മാരാരുടെ ദേഹത്ത് ചേർന്നാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതും ഭദ്ര വേഗം അകന്നു മാറി. ഇതാ മുഖം നന്നായിട്ട് കഴുക. അവൻ ടാപ്പ് ഓൺ ചെയ്തു. ദേവേട്ട, ഞാൻ ചെയ്തോളാം, ആ വാതിലൊന്ന് തുറന്നു തന്നാൽ മതി പ്ലീസ്. നന്നായിട്ട് മുഖം കഴുകടി കൊഞ്ചാതെ. അവൻ കലി പുരണ്ടുകൊണ്ട് അവളെ നോക്കി. എന്തിനാ ദേവേട്ട എന്നോട് ചൂടാവുന്നേ? കഷ്ടമുണ്ട്. അവൾ പെറുപെറുത്തു. അത് മാരാർ കേൾക്കുകയും ചെയ്തു. കണ്ണും മുഖവും കഴുകിയ ശേഷം അവൾ നിവർന്നു വന്നതും മാരാർ വീണ്ടും അല്പം അധികാരഭാവത്തിൽ ഭദ്രയെ അവന് നേർക്ക് അഭിമുഖമായി നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണിൻ്റെ കീഴ്പോള ഇത്തിരി താഴ്ത്തി. കണ്ണ് ചുവന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്തേക്ക് വന്നതും ഭദ്ര മാരാരുടെ കയ്യിൽ കയറി പിടിച്ചു. എന്താടി, അടങ്ങി നിൽക്കാൻ നിനക്ക് ഒട്ടും അറിഞ്ഞൂടെ? അവൻ മുരണ്ടുകൊണ്ട് വീണ്ടും കണ്ണിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം നേരിടാൻ കഴിയാതെ ഭദ്ര മുഖം കുനിച്ചു. ഈ സമയത്ത് ബീനയാണെങ്കിൽ കതക് കുത്തിപ്പൊളിക്കാൻ അശ്വിനെ വിളിച്ചോണ്ട് വന്നു. മോനെ, വാതിലുള്ളിൽ നിന്ന് ലോക്കായി. ദേവനും ഭദ്രയും റൂമിലാണല്ലോ. രണ്ടും കൂടി ഒരുമിച്ച്? അവൻ മൊബൈലിൽ സമയം നോക്കി. 12:46. മിക വിളിച്ചതുകൊണ്ട് നേരം പോയതുപോലും അവൻ അറിഞ്ഞില്ല. കുഞ്ഞ് കിടന്നു കാണുമെന്ന് ഞാൻ ഓർത്തേ. ജനാലയിൽ കൂടി നോക്കിയപ്പോഴായിരുന്നു മോനിവിടെ ഇരിക്കുന്ന കണ്ടത്. ഞാൻ വെറുതെ മിക വിളിച്ചതാ ചേച്ചി. ആണോ? ഫോൺ വെച്ചോ മോനെ? അവൾ വെച്ചു. ചേച്ചി വാ, നമുക്ക് ആ പിള്ളേരെ നോക്കാം. എൻ്റെ മോനെ, അരമണിക്കൂറായി നീ. അതാണ് ഞാൻ പിന്നെയും വന്നേ. അകത്തുനിന്ന് എന്തെങ്കിലും ബഹളം കേട്ടോ ചേച്ചി? ഇല്ല, അങ്ങനൊന്നും കേട്ടില്ല. ദൈവമേ, എൻ്റെ മാരാർ അവനിലെ കന്നിങ്ങനെയൊന്ന് പുറത്ത് ചാടുവാവോ? സ്വയം പറഞ്ഞുകൊണ്ട് അച്ഛനൊരു വെട്ടുകത്തിയുമായി ഓടി വന്നു. മോനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമാവോ? ബീനയ്ക്ക് സംശയം. ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോലീസാണെന്ന് പറയാൻ പോലും പറ്റില്ല ചേച്ചി. അശ്വൻ മറുപടി കൊടുത്തു. അല്ല മോനെ, ഈ വാതിൽ തേക്കിൻ്റെയാണ്, നല്ല ബലം കാണും, അതാ. അവർ പറഞ്ഞു തിരുത്തി. തേക്കല്ല, ഈട്ടിയാണേലും ശരി, ഈ അശ്വൻ ഇന്നിത് പൊളിക്കും. പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കും. ചേച്ചി നോക്കിക്കോ. എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് അവൻ തലകുലുക്കി. രണ്ടും കൂടി ഇതിൻ്റെ അകത്ത് ജിഞ്ചിൻ ചിക്കടി. ഇറങ്ങി വാടാ മോനെ, ഇല്ലെങ്കിൽ ഞാൻ ഫയർഫോഴ്സിനെ ഇറക്കും, അതുമല്ലെങ്കിൽ ആർമി വരും. കോമഡി പോലെ പറഞ്ഞുകൊണ്ട് അശ്വിൻ വാതിലിൻ്റെ അടുത്ത് വന്നു. കൃത്യമാ നേരത്ത് കുഞ്ഞമ്മ ഉണർന്നു. അതും ദൈവസഹായം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ചേച്ചി, കുഞ്ഞു കരയുന്ന അങ്ങോട്ട് ചെല്ല. അവൻ്റെ അനുവാദം കിട്ടിയതും ബീന റൂമിലേക്ക് പോയി. അശ്വിൻ ആവുന്നത്ര ശക്തിയെടുത്ത് വാതിലിൽ ആഞ്ഞു ചവിട്ടിയതും മാരാർ ഒരു പ്രകാരത്തിൽ അകത്ത് നിന്ന് വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു. മിസൈൽ പോലൊരു സാധനം അകത്തേക്ക് വന്നതും മാരാർ ഭദ്രയെ അവൻ്റെ നെഞ്ചോട് ചേർത്തതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. മാരാർ ദേഷ്യത്തിൽ നോക്കിയതും നിലത്തു നിന്നും അടിവയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് എണീറ്റ് വരുന്ന അശ്വിനെയായിരുന്നു അവൻ കണ്ടത്. ഭദ്രയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന മാരാരെ കണ്ടതും അശ്വിൻ തൻ്റെ കണ്ണുകൾ ഒന്നുകൂടി ചിമ്മി തുറന്നു. പളനിയാണ്ടവാ, നീയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്.
അതും ബീന ചേച്ചിയുടെ രൂപത്തിൽ. അശ്വിൻ ഒന്നാക്കിക്കൊണ്ട് തലകുലുക്കി. യോ അച്ചുവേട്ട എന്തു പറ്റി ചോദിച്ചുകൊണ്ട് ഭദ്ര അശ്വിൻ്റെ അരികിലേക്ക് വന്നു. പെട്ടെന്ന് അശ്വിൻ അവളെ കൈയെടുത്ത് വിലക്കി. വേണ്ട വേണ്ട, ഇങ്ങോട്ടല്ല, ദേ അങ്ങോട്ട്. ആ നെഞ്ചിലോട്ട് ഇടിച്ച് കയറിക്കോ. സോറി സോറി, ഡോർ തുറന്നല്ലോ. മോൾ അപ്പുറത്തേക്ക് ചെല്ല്, കുഞ്ഞമ്മ കരയുന്നുണ്ടേ. കൂനിക്കൂടി നടന്നു വരുവാണ് അശ്വിൻ. ഒപ്പം ഭദ്രയെ നോക്കി ഒരു കമൻറ്റും പാസ്സാക്കി. ഏട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ വന്നു. പക്ഷെ അശ്വിൻ വന്നിട്ട് മാരാരുടെ അരികിൽ നിന്നു. പെട്ടെന്ന് തന്നെ അവൾ മാരാരെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് പോയി. സമയം 1 മണിയായി. രണ്ടാളും കിടന്നില്ലായിരുന്നല്ലേ? അശ്വിൻ അവനെ ആക്കിക്കൊണ്ട് ചോദിച്ചു. മറ്റന്നാൾ കല്യാണം കഴിക്കണോ നിനക്ക്? അതോ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണോ? എന്തിനാ സെൻറ്റ് ജോൺസ് വരെ പോകുന്നത്? നിൻ്റെ ഹോസ്പിറ്റലിലാവുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭിക്കൂടാ? സത്യത്തിൽ അതല്ലേ ദാസ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്? അശ്വിൻ ഒരു കണ്ണിറുക്കി കാണിച്ചു. മാരാർ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. ഓ, വലിയ പുള്ളിയാണെന്നാ വിചാരം. വേറെങ്ങോ ഇല്ലേ കൊള്ളാം. സ്വഭാവമൊക്കെ ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്. പഠിക്കുമോ ആവോ? അശ്വിൻ, വെറുതെ നീ ചൊറിഞ്ഞോണ്ട് വരരുത്. ഒന്നാമത് എനിക്ക് ദേഷ്യം വന്നിരിക്കുമോ കേട്ടോ. മാരാർ കൈമുഷ്ടി ചുരുട്ടി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും മോഹഭംഗം സംഭവിച്ചോ വത്സ? അതാണോ നിനക്കിത്ര ദേഷ്യം? ജഗതി ശ്രീകുമാർ പറയും പോലെ ലാസ്യഭാവത്തിൽ അശ്വിൻ ചോദിച്ചത് മാരാർ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്? സക്സസ്ഫുൾ ആയോടാ? ചോദിച്ചു തീരും മുന്നേ മാരാർ കൈയുയർത്തിയതും അശ്വിൻ അത് തടഞ്ഞുകൊണ്ടൊന്ന് നിവർന്നു നിന്നു. വേണ്ട വേണ്ട, നിന്റെ നമ്പരൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്ന് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ 2 ചീത്ത വിളിക്കും. അതും അല്ലെങ്കിലേ ഒന്ന് ശബ്ദം ഉയർത്തും. ഇതൊക്കെ കേട്ട് പേടിച്ചൊരു മൂലയ്ക്ക് നിൽക്കാൻ ഭദ്രലക്ഷ്മിക്ക് മാത്രമേ കഴിയൂ. മറ്റാർക്കും പറ്റില്ല മോനെ. അശ്വിൻ, മറ്റാരേക്കാൾ നന്നായിട്ട് നിനക്കെന്നെ അറിയാവുന്നതാണെങ്കിൽ വേഗം ഇറങ്ങി പോകാൻ നോക്ക്. പോകാൻ വരട്ടെ. ഇവിടെ എന്തായിരുന്നു പരിപാടിയെന്ന് ആദ്യം പറ, എന്നിട്ടാവാ മോനെ ബാക്കി. അശ്വിൻ ഒരു കസേരയിലിരിക്കാൻ തുടങ്ങി. എടാ, ഈ ഡോറിൻ്റെ ലോക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഭദ്ര വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാ. അതിന് നീ വെറുതെ കിടന്ന് ബഹളം വെക്കരുത്. മാന്യമായ ഭാഷയിലാണ് ഞാൻ നിന്നോട് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. പക്ഷെ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. എങ്ങനെയാണ് ഭദ്ര അകത്ത് വന്നപ്പോൾ ഈ ലോക്ക് വീണത്? ലോക്ക് ഇട്ടാലല്ലേ അത് ക്ലോസായി പോകത്തുള്ളൂ. ഭദ്രയെ അകത്ത് കയറ്റിയ ശേഷം നീ എന്തിനായി വാതിലടച്ച് കുറ്റിയിട്ടത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാരാർ കലിപ്പുമോട് വീണ്ടും എടുത്തിട്ടു. മനസ്സിലായി, എല്ലാം മനസ്സിലായി മോനെ. അശ്വിൻ ഒന്ന് തലയാട്ടിക്കൊണ്ട് എണീറ്റു. പോയി കിടന്നുറങ്ങാൻ നോക്ക്, നേരം വെളുപ്പായി. മാരാർ തൻ്റെ ഷർട്ട് ഊരിയിട്ടുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കയിലേക്ക് കിടന്നു. അശ്വിൻ പോകാൻ വേണ്ടിയാണ് മാരാർ പെട്ടെന്നങ്ങനെ കിടന്നത്. അവൻ നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ച് വലങ്കൈ കൊണ്ടത് മറച്ചു വെച്ച് കിടക്കുന്ന മാരാരെയാണ് കണ്ടത്. ഇത്തിരി നേരം കഴിഞ്ഞതും അശ്വിൻ്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ പോയി കാണുമെന്നാണ് കരുതിയത്. പതിയെ ഒന്ന് കണ്ണു തുറന്നതും പെട്ടെന്നായിരുന്നു മാരാരുടെ അടിവയറ്റിൽ ഒരു കൈ വന്ന് ചുറ്റിപ്പിണഞ്ഞത്. അവൻ ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും, അടങ്ങിക്കിടക്കട പുല്ലേ, നിനക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ തൻ്റെ വലത് കൈയും വലത് കാലും അവൻ്റെ ദേഹത്തേക്ക് എടുത്തിട്ടു. മാരാറാണെങ്കിൽ പാവം അശ്വിനെ തള്ളി നിലത്തേക്കിട്ടു. എന്നിട്ട് പുതപ്പുമെടുത്ത് ഹോളിലെ സെറ്റിയിലേക്ക് പോയി കിടന്നു. ഡാ മോനെ, പോകല്ലേടാ, അശ്വിൻ വിളിച്ചതും മാരാർ ഡോറ് പുറത്തു നിന്നും ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. തുടരും. തലവേദനയാണേ, 2 ആഴ്ച ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇടവിട്ട് സ്റ്റോറി തരാം. നാളെ കോൺട്രാക്ട് മാരേജ് പോസ്റ്റ് ചെയ്യാം. എല്ലാം കൂടി ഇടുമ്പോഴേ കണ്ണിന് നല്ല വേദനയുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണേ. ഞാൻ ദാമ്പത്യം ഇടുന്ന ദിവസം ഒരു 15 മിനിറ്റ് ലെങ്തുള്ള വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റന്നാളേ ഞാൻ ദാമ്പത്യം തരത്തുള്ളേ. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ എന്നെ ദയവായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ.